ഈശ്വര, ഇവനതെന്ത് ബാൽക്കണിയിൽ ഒറ്റയ്ക്കിരുന്ന പണി? ഇപ്പോഴും കിടക്കാനായില്ലേ നിനക്ക്? ഇല്ലമ്മ, എന്തോ ഒരു സുഖമില്ല. ചിലപ്പോ മീറ്റിങ്ങിന്റെ കാര്യങ്ങൾ ഓർത്തിട്ടാവും. മോനെ, ജിമ്മിന്റെ കൂടെ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുന്നത് നല്ലതാണോ? ഞങ്ങൾ ആദ്യം മുതലുള്ള ശത്രുക്കളല്ലേ, വെറുതെ എന്തിനാ റിസ്ക് എടുക്കണേ? അമ്മ, എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യമായത്. ഞാൻ അച്ഛനോട് പറഞ്ഞതാ ജിമ്മിന്റെ കൂടെ ഇങ്ങനെ ഒരു കളിക്ക് നിൽക്കണ്ടെന്ന്. പക്ഷെ അച്ഛൻ കേൾക്കണ്ടേ? അച്ഛൻ പറഞ്ഞു അവന്റെ കമ്പനിയും നമ്മുടെ കമ്പനിയും ഒരുമിച്ചൊരു കൊളാബ് വന്ന അത് മാർക്കറ്റിൽ ഭയങ്കര തരംഗമായി മാറുമെന്ന്. അങ്ങനെ ഒരു അവസരം നമുക്ക് വന്നിട്ട് അത് വെറുതെ തട്ടിക്കളയണ്ടെന്ന് പറഞ്ഞു അച്ഛൻ. അതുകൊണ്ട് മാത്രം ഞാനിതിനെ സമ്മതിച്ചേ, അല്ലാതെ എനിക്കിതിനൊട്ടും താല്പര്യമില്ല. അത് പറഞ്ഞപ്പോയ ഓർത്തെ, നിങ്ങൾ ഓഫീസിൽ വെച്ച് എന്തോ വലിയ വെല്ലുവിളിയൊക്കെ നടന്നെന്ന് കേട്ടു. എന്തോ 6 മാസത്തെ അങ്ങനെ എന്തോ, അതെന്താ സംഭവം? അതുകൊണ്ട് നമുക്കെന്താ ലാഭം? നിന്റെ പ്ലാൻ കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ 6 മാസം കൊണ്ട് നമുക്കത് വിൽക്കാൻ പറ്റില്ലെങ്കിൽ പണി പാടില്ലേ? നമുക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതങ്ങനെയല്ലമ്മേ. അതെന്താന്ന് വെച്ചാൽ ജിമ്മിന്റെ കയ്യിലുള്ള ടെക്നോളജി വെച്ച് നമ്മൾ പുതിയൊരു പ്രൊജക്ട് ഇറക്കാൻ പോവാ. അത് 6 മാസം നമ്മൾ കഷ്ടപ്പെട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. 6 മാസം കഴിയുമ്പോഴേക്കും അത് സൂപ്പർ ഹിറ്റ് ആയ ജിമ്മിന് അവർ വിചാരിച്ച ലാഭവിഹിതം നമുക്ക് കൊടുക്കണം. പക്ഷെ അത്രയും ലാഭം കിട്ടിയില്ലെങ്കിൽ ആ ടെക്നോളജി പാടെ നമ്മുടെ കയ്യിലാകും. അത് അവന് വിട്ടു തന്നെ പറ്റും. എടാ, അത് കുറച്ച് റിസ്ക് അല്ലേ? അവൻ്റെ ടെക്നോളജി ഒക്കെ നല്ലതാണ്, പക്ഷെ നിങ്ങൾ തമ്മിൽ ഈ മത്സരം, അതാ എനിക്കൊന്ന്. അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇതെനിക്ക് ജയിക്കാൻ വേണ്ടിയുള്ള കളിയാണെന്നോ? ഇതങ്ങനെയല്ല. പിന്നെ അവൻ വിചാരിക്കുന്നത് എന്നെ അങ്ങോട്ട് ഈസിയായി തോൽപ്പിക്കാന്നാ. ഈ 6 മാസം കൊണ്ട് അതിന് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രം അവൻ്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തത്. അല്ലാതെ അവൻ്റെ ടെക്നോളജിയോട് പ്രേമം മൂത്തിട്ടൊന്നുമില്ല. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ പറയുന്നതൊന്നും. നിങ്ങളായി നിങ്ങളെ പാടായി. അല്ലെങ്കിൽ ഈ ബിസിനസ്സുമാരൊക്കെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഞങ്ങളുടെ ശത്രുത വെച്ച് ഇങ്ങനെ ജീവിക്കും. അച്ഛൻ വന്നോന്ന് തോന്നുന്നു അമ്മേ. ആണോ? ഇന്ന് അമ്മ അങ്ങോട്ട് ചെല്ലട്ടെ. എൻ്റെ മോനെ അധികം ആലോചിച്ചിരിക്കാതെ വേഗം പോയി കിടക്കാൻ നോക്ക് കേട്ടോ. ഓ ശരി ശരി, കിടന്നോളാം. നീ എന്നെ വിട്ട് പോവില്ലല്ലോ ജിമിൻ? ഞാൻ എവിടെയും പോവില്ല ജങ്കുക്ക്. നമ്മൾ എപ്പോഴും ഒരുമിച്ചാവുമല്ലേ? അന്ന് നീ പറഞ്ഞതൊക്കെ വെറും കള്ളമായിരുന്നു അല്ലേ? നീ എത്തിയോ? ഈ രാത്രിയാണോ ഇവിടെ കയറി വരുന്നേ? സമയം എത്ര വല്ല ബോധമുണ്ടോ നിനക്ക്? അതേട്ടാ, ഞാൻ എന്താ ചെയ്തിട്ടാ? പഠിച്ച് തീരണ്ടേ? അതൊക്കെ എത്ര ഉണ്ടെന്ന് വെച്ചിട്ടാന്നറിയോ? അതൊന്നും എനിക്കറിയണ്ട. ഇരുട്ടിനു മുൻപ് വീട്ടിൽ കയറണം. എനിക്ക് അത്രേ ഉള്ളൂ നിന്നോട് പറയാം. കയറിക്കോളാം. എന്നാ പോയി കിടന്നുറങ്ങിക്കോ. എന്താടി കൊഞ്ചത്തെ കാര്യം പറയടി. ചേട്ടാ, എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അതിന് ചേട്ടാ? ശരി ശരി, പറ. ആരാ നിന്റെ പുതിയ ഫ്രണ്ട്? അതാരാന്ന് പറഞ്ഞ ചേട്ടൻ ഞെട്ടിപ്പോവും. ഓഹോ, അതേത് ഫ്രണ്ട്? ചേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ചിൻറ്റിയാനിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലിറ്റിൽ സിസ്റ്റർ റോസി ജോർജ്. ആരുടെ സിസ്റ്റർ ആണെന്നാ നീ പറഞ്ഞേ? അത് ടിയേറ്റിന്റെ സിസ്റ്റർ. എന്തേട്ടാ? ലച്ചു, എന്നോട് പല തവണ പറഞ്ഞിട്ടുള്ളതാ ആ വീടുമായിട്ടോ ആ വീട്ടുകാരായിട്ടോ ഒരു ബന്ധു വേണ്ടെന്ന്. ആ ടിയാൻ ജങ്കുക്കിന്റെ വലങ്കയാണ്. അവന്റെ കൂടെ നടക്കുന്നവന്റെ പെങ്ങളുമായിട്ടാണോ നീ ചങ്ങാത്തം കൂടാൻ പോകുന്നത്? അതിനേട്ടാ, അത് അവര് തമ്മിലുള്ള കാര്യല്ലേ. റോസിക്ക് ഇതിലൊന്നും യാതൊരു പങ്കുമില്ലേട്ടാ. അവളൊരു പാവ.
എനിക്കതൊന്ന് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ല എന്നോട് ഞാൻ. അവന്റെ നീയൽ പോലും നമ്മുടെ അടുത്ത് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്കറിയില്ല ജങ്കുക്കിനെയും അവന്റെ കൂടെ ഉള്ളവരെയും. എന്നെ തകർക്കാൻ വേണ്ടി അവർ ഏത് വഴിയും നോക്കും. നീ ആ പെണ്ണുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. ഇനി അവളെ നിന്റെ കൂടെ കണ്ട പിന്നെ നീ ഇതായിരിക്കില്ല കാണാൻ പോകുന്നത്. ഈ സമയം ടാങ് എന്തോ ആവശ്യത്തിനായി രാത്രി തന്നെ ജേക്കയുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അല്ലേ ടിയ, നീ ശരിക്കും എന്തിനാ അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ എടുത്തു വെച്ചത്? 6 മാസം കൊണ്ടൊരു പ്രൊഡക്റ്റ് ടോപ്പിലെത്തുക എന്ന് പറഞ്ഞാ അത്ര എളുപ്പമാണോ? ശരിക്കും നമ്മ പറഞ്ഞപ്പോഴാണ് ഞാനും ചിന്തിച്ചത്, ഇതിൽ നമുക്ക് എന്താ ലാഭം? എന്നിട്ട് നീ അമ്മയോട് എന്ത് പറഞ്ഞു? അമ്മയോടൊക്കെ ഞാൻ എന്തൊക്കെയോ മാസ് ഡയലോഗൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷെ എനിക്ക് അങ്ങോട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല നിന്റെ പ്ലാൻ. നീ ഒന്ന് സമാധാനപ്പെടിച്ചേക്കേ. ആ ജിമ്മിന്റെ അഹങ്കാരം നീ കണ്ടില്ലേ? അവനെ അടിക്കാൻ അവന്റെ തന്നെ ആയുധം വേണം. അവന്റെ ടെക്നോളജി കിടുവാണ്, പക്ഷെ അത് മാർക്കറ്റ് ചെയ്യാൻ അവൻ അറിയില്ല. അത് നമ്മൾ ഏറ്റെടുത്ത 6 മാസം കൊണ്ട് സംഗതി ഹിറ്റാകും. ജയിച്ച ആ ടെക്നോളജി മൊത്തം നമ്മുടെ പേരിൽ വരും. അതോടെ ജിമ്മിന്റെ നിലം. എങ്കിലും അവന്റെ ആ ചിരി, ആ പുച്ഛം നിറഞ്ഞ ചിരിയുണ്ടല്ലോ, അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. അവനിപ്പോഴും കരുതിയിരിക്കുന്നത് അവന്റെ അച്ഛൻ്റെ അമ്മയുടെയും മരണത്തിന് കാരണം ഞാനാണെന്നാ. ആ ഒരു ദേഷ്യം അവനിപ്പോഴും എന്നോടുണ്ട്. അതൊക്കെ അവന്റെ തോന്നല്ലേടാ, സത്യം അതൊന്നും അല്ലല്ലോ. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. നമുക്കിപ്പോ നമ്മുടെ പ്ലാനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ബൈ ദ വേ, എന്റെ അനിയത്തിന്ന് വിളിച്ചിരുന്നു. അവൾ കോളേജിൽ ജിമ്മിന്റെ അനിയത്തിയെ കണ്ടു എന്ന് പറഞ്ഞു. ഏത്, ലക്ഷ്മിയെയോ? എന്നിട്ട് അവര് ഫ്രണ്ട്സായെന്ന റോസ് പറയുന്നത്. പാവം കുട്ടികൾ, നമ്മൾ തമ്മിലുള്ള ഈ പ്രശ്നമൊന്നും അവർക്കറിയില്ലല്ലോ. പക്ഷെ എനിക്ക് ഉറപ്പാ ജിമ്മിനറിഞ്ഞതിന് സമ്മതിക്കില്ല. അവന്റെ സ്വഭാവം വെച്ച് അവൻ അവള് നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ അവൻ സമ്മതിക്കില്ല ഉറപ്പായിട്ടും. അവൻ സ്വന്തം നീയലിനെ പോലും പേടിക്കുന്നവനാ. പക്ഷേ നമുക്ക് ഈ ബിസിനസ് ഗെയിമിൽ ജയിച്ചേ പറ്റൂ. ജിമ്മിനെ എനിക്ക് എന്റെ കാൽ കീഴിൽ വരുത്തണം. അന്ന് കോളേജിൽ വെച്ച് അവൻ എന്നെ തള്ളിക്കളഞ്ഞതിന് പകരമായി അവന്റെ കമ്പനി ഇന്ന് ഞാൻ പിടിച്ചെടുക്കും. ആ കാര്യത്തിൽ നീ പേടിക്കണ്ട, അത് നമ്മുടെ കയ്യിൽ തന്നെയാ, 100% ഉറപ്പാ. അത് കൈ കിട്ടിയിട്ട് വേണം അവന്റെ മുഖത്ത് നോക്കി 2 ഡയലോഗ് അടിക്കാൻ. ഡയലോഗ് അടിക്കാൻ നീ റെഡിയായി നിന്നു എന്ന് പറഞ്ഞ് ടിയാൻ തന്റെ വാച്ചിലേക്ക് നോക്കി. ടൈം 11 കഴിഞ്ഞിരിക്കുന്നു. ടിയാൻ പെട്ടെന്ന് തന്നെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നാ ശരിയടാ, ടൈം ഒരുപാടായില്ലേ, ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ആ ഓക്കേടാ, എന്നാ ശരി, നീ പൊക്കോ. നമുക്ക് നാളെ ഓഫീസിൽ നിന്ന് കാണാം. ഓക്കെ, ബൈ. ടിയാൻ പോയതും ജേക്കെ ആകെ തളർന്ന മട്ടിൽ ബെഡിലേക്ക് മലർന്നു വീണു. ആ മുറിയിലെ നിശബ്ദതയിൽ അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അവൻ ആ തലയണയെടുത്ത് മുഖം അമർത്തി പൊതിച്ചു. അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ ഇന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വന്നു. എന്തിനാണ് നീ എന്നെ ഇത്രയും ദേഷ്യം പിടിപ്പിക്കുന്നത് എന്നവൻ പതിയെ പിറുപിറുത്തു. കുറച്ചു സമയത്ത് നീണ്ട ആലോചന ശേഷം അവൻ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതെ, ആ രാത്രി 2 പേർക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ജിമ്മിന്റെ അവസ്ഥയും ഒട്ടും സുഖമായിരുന്നില്ല. നീ അഭിനയിക്കുകയായിരുന്നു ജങ്കുക്ക്. എന്നെയും എന്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി നീ കണ്ടുപിടിച്ചൊരു തന്ത്രം മാത്രമായിരുന്നു അത്. പക്ഷെ അത് നടക്കില്ല. ഈ 6 മാസം നിന്റെ കമ്പനിയുടെ തകർച്ചയുടെ തുടക്കമായിരിക്കും ജെക്കെ. ആ നിലാവെട്ടത്തിൽ ജേക്കെ തലയിണയിൽ മുഖം അമർത്തി നിൽക്കുമ്പോഴും ജിമ്മിൻ ജനാൽക്കൽ നിശബ്ദനായി നിൽക്കുമ്പോഴും 6 മാസത്തെ വലിയ പോരാട്ടത്തിന് തുടക്കമാവുകയായിരുന്നു. ഈ പോരാട്ടം ബിസിനസ്സിൽ മാത്രമായിരിക്കില്ല, അവരുടെ മനസ്സുകൾ തമ്മിലുള്ള യുദ്ധം കൂടിയാണ്.